സുഹൃത്തുക്കളെ, വണ്ടൂരിൽ നിന്ന് നടുവത്ത് വഴി നിലമ്പൂരിലേക്കുള്ള റോഡാണിത്. ഇത് കാരാട് വെള്ളാമ്പുറ റോഡാണ്. ഇവിടെ പണ്ടൊക്കെ ഒരുപാട് ദുരൂഹതകൾ ഇങ്ങനെ പറഞ്ഞിരുന്നു. ഒടിയന്മാരുണ്ട്, പ്രേതങ്ങളുണ്ട്, കുട്ടിച്ചാത്തന്മാരുണ്ട് എന്ന്. അപ്പോൾ ഇന്ത്യയൊക്കെ ചെറുപ്പത്തിൽ ഈ ഒരു നട്ടപ്പാതിന് നേരത്തെ എനിക്കിതിൽ പോകാൻ ഭയങ്കര പേടിയായിരുന്നു. ഇപ്പം ഞാൻ പോണത് 11 മണിക്കാണ് കേട്ടോ. രാത്രി 11 മണിതാ ടൈം കണ്ടല്ലേ, 11:06 അപ്പോൾ അതാ ഞാൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കട്ടോ. ഇവിടെ ഇപ്പോൾ ഒരു പ്രേതത്തിനെയും കാണാനില്ല, ഒരു ചേമ്പിനെയും കാണാനില്ല. ഇടയ്ക്ക് ഓരോ കാട്ടുപന്നി ക്രോസ് ചെയ്താൽ അതായി. പക്ഷെ നമുക്ക് എന്താ വെച്ചാൽ ഇവിടെ പേടിക്കണം കേട്ടോ. അത്യാവശ്യം നല്ലോണം പേടിക്കാണ്ട് ഈ ഒരു റൂട്ടിന്. ഏത് ധൈര്യശാലി പോവുകയാണെങ്കിലും ഒരു ചെറിയൊരു ഉൾഭയം അവൻ്റെ ഒരു ഉള്ളിൽ വരും. കാരണം എന്താ വെച്ചാൽ വിജനമായ ഒരു സ്ഥലമാണ്. അത്രയും ദൂരം പോയി ഞാൻ ഒരു 2 കിലോമീറ്റർ പോയിട്ട് ഇവിടെ മാത്രമാണ് ഒരു സ്ട്രീറ്റ് ലൈറ്റ് കാണുന്നത്. ബാക്കിയുള്ള സ്ഥലത്തൊന്നും സ്ട്രീറ്റ് ലൈറ്റ് ഇല്ല. ഇനിയുള്ള സ്ഥലവും കണ്ടില്ലേ, അതേപോലെ തന്നെയാണ്. സ്ട്രീറ്റ് ലൈറ്റ് ഇല്ലാത്തൊരു സ്ഥലമാണ്. പകൽ ഇവിടെ എന്ന് പറഞ്ഞാൽ തിരക്ക് വളരെ കുറവാണ്. ഡ്രൈവിങ് പഠിപ്പിക്കുന്ന ആൾക്കാർ മാത്രമേ ഉണ്ടാവുള്ളൂ ഇവിടെ. അതെ അതെ, നമ്മൾ ശനി പറഞ്ഞിട്ടില്ല, ആ പെട്ടി കണ്ടപ്പോൾ പ്രേതാണ് കരുതിയത്. എന്താ ചെയ്യാ അല്ലേ. ഇതിൽ കൂടെ ഒറ്റയ്ക്ക് ബൈക്കിനൊക്കെ പോകുമ്പോൾ ആ ഒരു ഫീൽ ഉണ്ടല്ലോ, അത് പറഞ്ഞറിയാൻ പറ്റില്ല. ഒറ്റയ്ക്ക് പോകണം. പണ്ടൊക്കെ ഒരുപാട് ദുരൂഹതകളും ദുർഭരണങ്ങളൊക്കെ നടന്ന സ്ഥലം തന്നെയാണിത്. അതൊക്കെ സംഭവം ശരി തന്നെയാണ്. ഇപ്പോൾ ഇവിടെ ഒരു ആളും വെളിച്ചൊന്നും എത്തിയിട്ടില്ല, കണ്ടില്ലേ. സ്ട്രീറ്റ് ലൈറ്റ് ഒന്നും ഇവിടെ ഈ ഒരു ഭാഗത്ത് എത്തിയിട്ടില്ല. റോഡൊക്കെ കണ്ടില്ല, നല്ല കണ്ടീഷൻ റോഡാട്ടോ, ഒന്നും പറയാനില്ല. ഇനിയിപ്പോൾ ആളും വെളിച്ചും എത്തണമെങ്കിൽ നമ്മുടെ കാരാട് എത്തണം. കാരാട് ഇതുപോലെ പേര് പോലെ തന്നെ കാരാടായിരുന്നു. ഇപ്പോഴാണ് ആ കാരാടൊക്കെ ഒരു അങ്ങാടീൻ്റെ ഒരു ലെവലിലേക്ക് എത്തിയത്. അങ്ങാടി എന്ന് പറയാൻ പറ്റില്ല, ചെറിയൊരു അങ്ങാടിൻ്റെ ആ ഒരു ലെവലിലേക്ക് എത്തിയത് കേട്ടോ. ഇവിടെ നിന്ന് ഒരു സ്ട്രീറ്റ് ലൈറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടോ. അതാ ഒരു വളവുണ്ടെന്ന് അറിയിക്കാൻ വേണ്ടി മാത്രം വെച്ചത് തോന്നുന്നുണ്ട്. അപ്പോൾ ഇവിടെ കണ്ടില്ലേ, ആ പണ്ടത്തെ കാലത്തെ വീടുകളൊക്കെ ഉണ്ട്, ചെറിയ വീടുകളൊക്കെ ഉണ്ട്. ഇവിടേക്കൊക്കെ ഇപ്പോൾ പുതിയ താമസക്കാർ വന്നതാണ്. സ്ഥലം വാങ്ങി വീട് വെച്ച ടീമുകളാണ്. പണ്ട് ഇവിടെ ഒന്നും വീടുകൾ ഉണ്ടായിരുന്നില്ല, മൊത്തം കാടായിരുന്നു. അപ്പോൾ ഞാനേ ഈ ഒരു വഴി പോയപ്പോൾ, ഈ ഒരു സമയത്ത് ഈ ഒരു വഴി പോയപ്പോൾ ഇങ്ങനെ ഒന്ന് തോന്നി, ഒരു വീഡിയോ എടുത്താൽ കൊള്ളാന്ന്. അങ്ങനെ എടുക്കുന്ന വീഡിയോ ആണിത്. എന്തായാലും ഞങ്ങളിപ്പോൾ ഇത്രയും ദൂരം പോന്നിട്ട് ഒരു പ്രേതത്തിനൊന്നും കണ്ടില്ല. അപ്പോൾ ഇനി ഈ ഒരു വഴി കൂടെ പോയിട്ട് ഇനി ആരെങ്കിലും പ്രേതത്തെ കണ്ടിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു പ്രേത അനുഭവം ഇവിടുന്ന് അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആരെങ്കിലുമൊക്കെ ഒന്ന് പറയുന്നുണ്ടോ കേട്ടോ.